രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വളരെ അരക്ഷിതരാണ്. നമ്മുടെ സാമൂഹ്യ സംവിധാനം തന്നെ ഒരു കലുഷമായ അന്തരീക്ഷത്തിലാണ് കടന്നുപോകുന്നത്. 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ അവരുടെ മത സാംസ്കാരിക അസ്തിത്വം സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്. അതായത് വഖഫ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ എല്ലാ അന്തസ്സത്തും തന്നെ എടുത്തു കളഞ്ഞും കൊണ്ട് ഗവൺമെന്റ് നിയന്ത്രണത്തിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുക. ഇതിന്റെ പ്രതിധ്വനി കേരളത്തിലും നമ്മൾ കാണാൻ സാധിച്ചു. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരവസ്ഥ. അതായത് വഖഫ് ബില്ല് പാർലമെന്റിൽ പാസാക്കിയപ്പോൾ കേരളത്തിൽ നിന്നാണ് പടക്കം പൊട്ടിച്ച് അത് കൊണ്ടാടിയത്. അത് മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ടവരാ. അത് കാത്തലിക്സ് ബിഷപ്പ് കൌൺസിലിന്റെ, കാസയുടെ, കാത്തലിക്സ് കോൺഗ്രസിന്റെ ഇങ്ങനെ കുറെ സംഘടനകളാണ് അതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് എന്തോ ഒരു വലിയ വിജയം അവർ നേടി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്ന സമയത്ത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമാണ്, അപലപനീയം കൂടിയാണ്. ഒരിക്കലും തന്നെ കേരളത്തിന് താങ്ങാവുന്നതല്ല. മലപ്പുറം ജില്ല ഒരു പ്രത്യേക സംസ്ഥാനമാണ് എന്നും ഒരു വിഭാഗത്തിന്റെ ആധിപത്യത്തിലാണ് എന്നും അവിടെ ഈഴവ ജനവിഭാഗത്തിന് സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് പ്രബുദ്ധ കേരളത്തിന് തന്നെ നെട്ടിച്ചിരിക്കുക. എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇന്ന് അദ്ദേഹം അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്, പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 88ാം വയസ്സിന്റെ നിറവിൽ അദ്ദേഹത്തിന് മാനസികമായ ശാരീരികമായ കുറെ അവശതകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയൊക്കെ തന്നെ ഇങ്ങനെ തള്ളിപ്പറയുകയും അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ ലീഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം, കേസെടുക്കണം. കാരണം ഇങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് തോന്നുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ സാമൂഹ്യപരമായ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും, കുഴപ്പങ്ങളുണ്ടാവും. അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രീമാൻ PC ജോർജ് നടത്തിയ കുറെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ സമൂഹത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്താണ് പറയേണ്ടത്, അവരുടെ എല്ലാ ക്ഷമയും തന്നെ പരീക്ഷിക്കപ്പെടുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഒരു അസഹിഷ്ണുതയുടെ ഭാഷയിലൂടെ നമ്മൾ കണ്ണിലൂടെ ഇതിനെ കാണണ്ട എന്നുള്ള സമീപനമാണ് മുസ്ലിങ്ങളടക്കമുള്ളവർ എടുത്തിരിക്കുന്ന സംഭവം. അദ്ദേഹത്തിന് ജെന്യൂനായ വല്ല പ്രശ്നവും മലപ്പുറം ജില്ലയെക്കുറിച്ചുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടാവുന്നതാണ്, ഗവൺമെന്റിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടാവുന്നതാണ്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവുണ്ടോ, അല്ലെങ്കിൽ സാംസ്കാരികമായി വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മുൻകൈയെടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. എത്ര വർഷമായി അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്. അതുമാത്രമല്ല, വേറെ മലപ്പുറം ജില്ലയിൽ ആധിപത്യമുള്ള മുഖ്യധാര പാർട്ടികളോട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാവുന്നതാണ്. അതൊന്നും ചെയ്യാതെ വളരെ നിരുത്തരവാദപരമായി സംഘപരിവാറിന്റെ ഭാഷ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കാശ്മീർ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശമായതുകൊണ്ട് തന്നെ RSS തുടക്കം മുതൽക്ക് കാശ്മീരിനും അതിന്റെ ജനങ്ങൾക്കും എതിരാ. അതേ ഒരു സമീപനമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, മലപ്പുറം ജില്ല രൂപീകരിച്ച മുതൽ സംഘപരിവാർ ആ ജില്ലക്കെതിരെയാ, അവിടുത്തെ ജനങ്ങൾക്കെതിരെയാ. അതുമാത്രമല്ല, നിരവധി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുന്ന പ്രസ്താവനകൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി. അവരുടെ ജീഹകൾ ഓർഗനൈസറാവട്ടെ കേസരിയാവട്ടെ എന്നും തന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് അവർ കൊടുക്കുന്നത്. അതൊക്കെ തന്നെ അവരുടെ ഭാഷ്യമാണ്, അവരാ തലത്തിൽ മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഗൗരവമായി എടുക്കാറില്ല. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു പ്രമുഖ വ്യക്തി, ഈഴവ സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, നവോത്ഥാന സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ ചെയർമാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായകരണം നടത്തുന്ന സമയത്ത് നമുക്ക് അത് നോക്കിയിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം.
അതുമാത്രമല്ല, മേലിലെങ്കിലും ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണം. കാരണം അതല്ലാതെ വെറുതെ ഇവിടുത്തെ ഈഴവ സമൂഹമോ മുസ്ലിം സമൂഹമോ തമ്മിൽ യാതൊരു പ്രയാസമില്ല, യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ചിലർക്കതുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അത് സംഘപരിവാറിന്റെ അജണ്ടയാ, കാവ്യ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാ. ആ അജണ്ട വിജയിക്കുകയാണോ എന്നാണ് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിയെ പോയിട്ട് കണ്ടു, സംസാരിച്ചു എന്ന് കേട്ടത്. ആ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാകാൻ കാരണമെന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയക്കാരും ഭരണകൂടമൊക്കെ തന്നെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളിയെ പോലുള്ള സമുന്നതനായ നേതാക്കന്മാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണം. ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.